ഇംഗ്ലീഷ് മാസ്റ്റർ 2024 എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലും നമ്മളിപ്പോൾ നോക്കാനായിട്ട് പോകുന്നത് മോട്ടിവേഷന്റെ ക്ലാസ് തന്നെയാണ്. ഓക്കെ, അപ്പൊ അതിന്റെ നാലാമത്തെ ക്ലാസ്സാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ എങ്ങനെയൊക്കെയാണ് അടുത്ത മോട്ടിവേഷനിൽ എന്താ വരുന്നതെന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് നോക്കാനായിട്ട് പോകുന്നത് അതായത് 6 സ്റ്റെപ്പാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഫോർ ഇൻസ്പയറിംഗ് മോട്ടിവേറ്റ്, ഇപ്പോൾ ഒരാളെ നമുക്ക് എങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാം എന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ അതിന്റെ ഒരു 6 സ്റ്റെപ്പാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 1 ബൈ 1 ആയിട്ട് നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. നമുക്കൊരാളെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് എങ്ങനെയാണെന്ന് പറ്റുക നമുക്ക് ഇന്ന് 6 സ്റ്റെപ്പിലൂടെ നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പൊ ഞാൻ ഈ പറയുന്ന 6 സ്റ്റെപ്പും നിങ്ങൾക്കും ഇപ്പൊ ഞാൻ പറയുന്ന പോലെയല്ല, നിങ്ങൾക്കും ആരെങ്കിലും ഒക്കെ ഇപ്പോ ഓബിയസ്ലി ഡൗൺ ആയിട്ട് ഇരിക്കുകയാണ്, അവർക്ക് ഇംഗ്ലീഷ് പഠിക്കണമെന്നുണ്ട്, പക്ഷെ അവരും ഒരു സിറ്റുവേഷൻസ് ഒക്കെ ഫേസ് ചെയ്യാണ്, ആൾക്കാർ എന്ത് പറയുന്നുള്ള മടിയൊക്കെ വിചാരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ, ഇപ്പൊ ഞാൻ പറയുന്ന പോലത്തെ ഈ ടിപ്സ് ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് അവരോടൊക്കെ ഷെയർ ചെയ്യാം, നിങ്ങൾക്കും അവരെ ഇതുപോലെ മോട്ടിവേറ്റ് ചെയ്യാം, അതിനൊക്കെ നിങ്ങൾക്കും ഹെൽപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് അവർക്കും കൂടി കേൾക്കുമ്പോഴത്തേക്കും നല്ലൊരു മോട്ടിവേഷൻ കിട്ടും. ഇപ്പൊ നല്ലൊരു അവർക്ക് തന്നെ തോന്നും, ഇപ്പൊ ഇംഗ്ലീഷ് പഠിക്കാൻ പ്രശ്നമൊന്നുമില്ല എന്ന് അവരുടെ ഉള്ളിൽ തന്നെ തോന്നും. നമ്മൾ ആ ഒരു രീതിയിലാണ് ഈ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, ഇപ്പൊ ഇംഗ്ലീഷ് പഠിക്കണം എന്നുള്ളിൽ ആഗ്രഹമുണ്ട്, പക്ഷെ പുറത്തേക്ക് വരാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അതായത് ബി മോട്ടിവേറ്റഡ് ആൻഡ് ഇൻസ്പയർഡ് യുവർ, അതായത് നമ്മളെ തന്നെ നമുക്ക് മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോ ചിലർക്ക് എന്താന്ന് വെച്ചാല് മോട്ടിവേഷന്റെ ആവശ്യം ഉണ്ടാവും എപ്പോഴും. മിക്കപ്പോഴും അവർ ഡൗൺ ആയി പോവാറുണ്ട്, പല സിറ്റുവേഷൻസിലും ഡൗൺ ആയി പോവാറുണ്ട്. അതുപോലെ ഇംഗ്ലീഷ് പഠിക്കണം എന്നുള്ളത് അവരുടെ ഉള്ളിൽ വരുന്ന ഒരു ആഗ്രഹമാണ്. പക്ഷെ അവർക്ക് നാട്ടുകാര് അല്ലെങ്കിൽ അവരുടെ കമ്മ്യൂണിറ്റി, സൊസൈറ്റി അവരൊക്കെ എന്ത് പറയും എന്നുള്ള ചിന്ത കൊണ്ട് അവർ ആഗ്രഹം ഉള്ളിൽ തന്നെ വെക്കും. കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഇംഗ്ലീഷ് പഠിക്കുന്നത് എന്തോ വലിയൊരു സംഭവമാണെന്നുള്ള രീതിയിലാണ് എല്ലാവരും കാണുന്നതും അതുപോലെ തന്നെയാണ് കേൾക്കുന്നത്. സോ നമ്മളപ്പോ എന്താ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാല്, നമ്മളിപ്പോ ആൾക്കാർ പലതും പറയായിരിക്കും, പക്ഷെ നമ്മുടെ ഭാവി, നമ്മുടെ ഫ്യൂച്ചർ ഒക്കെ നമ്മുടെ കയ്യിലാണ്. നമ്മുടെ കരിയർ നന്നായിട്ട് ബിൽഡപ്പ് ചെയ്തെടുക്കുക എന്നുള്ളത് നമ്മുടെ മാത്രം ആവശ്യമാണ്. സോ അതൊക്കെ അങ്ങനെ പറയുമ്പോൾ നമ്മളത് കാര്യമായിട്ട് എടുക്കാനായിട്ട് പാടില്ല. ഓക്കെ, സോ അപ്പൊ ഞാൻ എന്താ പറയുന്നതെന്ന് വെച്ചാല്, നമ്മൾ നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യുക. നമ്മളെ കൊണ്ട് പറ്റും, നമ്മളെ കൊണ്ട് ഇപ്പോ പറ്റാത്തതായിട്ട് ഒരു കാര്യവും ഇല്ല ഈ ലോകത്ത്. അപ്പൊ നമ്മളെ കൊണ്ട് സാധിക്കും എന്ന് നമ്മൾ നമ്മളെ തന്നെ പറഞ്ഞ് വിശ്വസിപ്പിക്കുക. നമ്മളെ പ്രാക്ടീസ് ചെയ്യുക എപ്പോഴും. നമ്മളെ തന്നെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് നോക്കുക, നമ്മളെ കൊണ്ട് പറ്റുന്നു. ഇപ്പൊ പറ്റാത്തതായിട്ട് ഒരു കാര്യമില്ല. നമ്മൾ എന്ത് റിസ്ക് എടുത്താലും, എത്ര ഹാർഡ് വർക്ക് ചെയ്താലും, എത്ര കഷ്ടപ്പെട്ടാലും നമുക്കത് ഒരു റിസൾട്ട് കിട്ടാറുണ്ട് പല കാര്യത്തിലും. ഇപ്പൊ എക്സാമിന് പഠിക്കണമെങ്കിലും നമ്മൾ നല്ലപോലെ കഷ്ടപ്പെടുവാണെങ്കിൽ നമുക്ക് നല്ല മാർക്സ് ഒക്കെ സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ നമ്മൾ എവിടെയും ജോലി ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മൾ കഷ്ടപ്പെട്ടാലാണ് നമുക്ക് ഫിനാൻഷ്യലായിട്ട് നമുക്ക് അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് നമ്മൾ കുറച്ച് മെനക്കെടുക, കഷ്ടപ്പെടുക. അപ്പൊ നമ്മൾ അതുപോലെ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നമ്മൾ നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാം. പിന്നെ രണ്ടാമത്തെ വന്നിട്ട് പിന്നെ എന്താന്ന് വെച്ചാൽ നമ്മളിപ്പോ ഇൻസ്പയർഡ് ചെയ്യാനായിട്ട് നോക്കുക. മോട്ടിവേഷനും കൂടെ ഇൻസ്പയർഡ്, അതായത് നമ്മളിപ്പം ഒരാൾക്ക് നമ്മള് തന്നെ കണ്ട് ഇപ്പൊ ഒരാൾ നല്ലപോലെ ഇംഗ്ലീഷ് സംസാരിക്കുന്നു, നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, അവര് ഇതേപോലെ കഷ്ടപ്പെട്ട് വന്നതാണ്. സോ അവർ നല്ലപോലെ ഇംഗ്ലീഷ് ഒക്കെ സംസാരിച്ച് മുന്നോട്ടൊക്കെ വന്ന് നല്ല ജോലിയൊക്കെ കിട്ടി, വിദേശത്തൊക്കെ പോയി അവർ സെറ്റിൽഡ് ആയി, അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. അപ്പൊ നമ്മൾ അവരെയൊക്കെ നോക്കുക, ഓരോരുത്തരെയും നോക്കുക, ഇവരെങ്ങനെ എത്ര കഷ്ടപ്പെട്ട് അവർ ഇംഗ്ലീഷ് അറിയത്തില്ല, ഇപ്പൊ അടുത്ത് ഗവൺമെന്റ് സ്കൂളിൽ നിന്ന് പഠിച്ചവരൊക്കെ നല്ലതുപോലെ ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ച് നിങ്ങൾക്കും അതിന് കഴിയുമെന്ന് നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ എന്താ രണ്ടാമത്തെ പോയിന്റ്സിലേക്ക് പോവാം. ഓക്കെ, ട്രീറ്റ് ഈച്ച് പേഴ്സൺ ആസ് ആൻ ഇൻഡിവിജ്വൽ, അതായത് നമ്മൾ ഓരോ പേഴ്സൺ ഇൻഡിവിജ്വൽ ആയിട്ട് കാണാൻ ശ്രമിക്കുക. ഇപ്പൊ നമ്മള് ആരോടെങ്കിലും ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻഡിവിജ്വൽ വ്യക്തിയാണ്. ഇപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെ ഇപ്പൊ നമ്മുടെ സിസ്റ്റേഴ്സോ അല്ലെങ്കിൽ നമ്മുടെ കസിൻസോ ആർക്കെങ്കിലും ഇംഗ്ലീഷ് അറിയാവുന്നെങ്കിൽ നമ്മളിപ്പോ സംസാരിക്കുമ്പോൾ അത് വേറെ ഒരു വ്യക്തിയാണെന്നുള്ള രീതിയിൽ വെച്ചിട്ട് നിങ്ങൾ സംസാരിക്കുക. ഇപ്പൊ നിങ്ങളുടെ സിസ്റ്റർ ആണെന്നൊന്നും നിങ്ങളൊന്നും വിചാരിക്കില്ല, നിങ്ങൾ വേറൊരു വ്യക്തി, അതായത് അൺനോൺ പേഴ്സണിൽ സംസാരിക്കുന്ന പോലെ സംസാരിക്കും. അപ്പൊ നമുക്ക് ഉള്ളിൽ തന്നെ തോന്നും ഞാൻ സംസാരിക്കുന്നത് ശരി. ഇപ്പൊ സിസ്റ്റർ ആകുമ്പോഴത്തേക്കും നമുക്കറിയാം എന്ത് മിസ്റ്റേക്ക് ഉണ്ടായാലും അവരത് കറക്റ്റ് ചെയ്യും. ഇതിങ്ങനെയല്ല പറയാ, അതങ്ങനെ പറയാം. ഒരിക്കലും നമ്മൾ മിസ്റ്റേക്സിനെ കറക്റ്റ് ചെയ്യരുത്. അവരെന്നെ ആ മിസ്റ്റേക്സ് അനലൈസ് ചെയ്തിട്ട് വേണം പിന്നെ മുന്നോട്ട് പോകാനായിട്ട്. ഇപ്പൊ നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എന്താ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മൾ മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് എന്താ അവർ ചെയ്ത മിസ്റ്റേക്ക് എന്ന് അവർക്ക് അനലൈസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമ്മളത് കറക്റ്റ് ചെയ്ത് വരുമ്പോൾ അത് അവർക്ക് കുറച്ച്
അവർക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മളത് ജസ്റ്റ് ഒന്ന് കാണിക്കുക. നിങ്ങൾ ചെയ്തത് ഇങ്ങനെയാണെന്നൊന്ന് ജസ്റ്റ് ഒന്ന് പറയാം. നമ്മൾ കറക്റ്റ് ചെയ്യാൻ നോക്കുക. അപ്പൊ അവർക്കത് മനസ്സിലായിട്ട് അവർ തന്നെ കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകും. നമ്മൾ അങ്ങനെ വേണം ചെയ്യാനായിട്ട്. ഓക്കെ. അപ്പൊ നമ്മള് ഓരോ പേഴ്സൺസിനെ ഇൻഡിവിജ്വൽ ആയിട്ട് കാണാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് അത് ഇംഗ്ലീഷ് നല്ല രീതിയിൽ സംസാരിക്കാനായിട്ട് പറ്റത്തുള്ളൂ. നമുക്ക് മൂന്നാമത്തെ നോക്കാം. പ്രൊവൈഡ് ദം വിത്ത് എ ചാലഞ്ച്. അതായത് നിങ്ങൾക്ക് ഇപ്പോ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാള് ഇംഗ്ലീഷ് ഒട്ടും അറിയത്തില്ല. സോ അവര് ഇങ്ങനെ വിഷമിച്ചിരിക്കുകയായിരിക്കും. എനിക്ക് ഇംഗ്ലീഷ് പഠിക്കണമെന്നുണ്ട്, പക്ഷെ എന്നെക്കൊണ്ട് പറ്റുന്നില്ല. അപ്പൊ നമ്മൾ അവരെ കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് നല്ലപോലെ മോട്ടിവേറ്റ് ചെയ്യുക. നമ്മൾ അവർക്കൊരു മോട്ടിവേറ്റർ ആവുക. എന്ന് വെച്ചാൽ നമ്മുടെ വാക്കുകൾ, നമ്മൾ പറയുന്ന ഒരു വാക്കുകളൊക്കെ കേട്ട് അവർക്ക് തന്നെ തോന്നണം ഇംഗ്ലീഷ് പഠിക്കാം, കുഴപ്പമില്ല, പഠിച്ചെടുക്കും ഞാൻ എന്നുള്ള തോന്നല് നമ്മൾ തന്നെ അവരിൽ ഉണ്ടാക്കിയെടുക്കുക. അപ്പൊ നമ്മളുടെ ആ സംസാര രീതി, പെരുമാറ്റം, ലൈക്ക് ഇംഗ്ലീഷ് എങ്ങനെ പറയുന്നു എന്നുള്ള ഒരു തോന്നലൊക്കെ അവരുടെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കുക. സോ അപ്പൊ തന്നെ അവർക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാവാനും കാര്യങ്ങൾ മുന്നോട്ട് പോകാനും ഒക്കെ അവർക്ക് തന്നെ പെട്ടെന്ന് സാധിച്ചെന്ന് വരും. ഓക്കെ. സോ അപ്പൊ നമ്മൾ തന്നെ അവർക്ക് ഒരു ചാലഞ്ച് കൊടുക്കുക. നീ ഇംഗ്ലീഷ് എങ്കിൽ നമ്മൾ ചില രീതിയിലൊക്കെ പറയാറുണ്ടല്ലോ, നീ ഒരിക്കലും ഇംഗ്ലീഷ് പഠിക്കില്ല, നീ ഇങ്ങനെ തന്നെ കിടക്കത്തേ ഉള്ളൂ, അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് അവരുടെ ഉള്ളിൽ ചിലവർക്ക് വിഷമം ഉണ്ടാവും. ചില ഉള്ളിൽ തോന്നും, നീ ഇങ്ങനെ പറഞ്ഞില്ല, ഞാൻ എന്തായാലും പഠിച്ച് കാണിച്ചു തരാം. അതൊക്കെ അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും അവർക്ക് അതൊരു മോട്ടിവേറ്റ് ആണ്. ഇപ്പൊ നമുക്ക് ശരി വിഷമം തോന്നി, ഇവനെന്ത് ഇങ്ങനെ പറയുന്നത്, ഞാൻ എന്താ ഒരിക്കലും ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റില്ല, ഇവനോ അവളോ ആരായാലും. പക്ഷെ അങ്ങനെയല്ല. പക്ഷെ നമ്മൾ അങ്ങനെ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. അവരങ്ങനെ പറയുമ്പോൾ നമ്മളത് കാണിച്ചു കൊടുക്കുക വേണ്ടത്. ഓ, നീ ഇങ്ങനെ പറഞ്ഞാലും ഞാൻ ഇംഗ്ലീഷ് പഠിച്ചിരിക്കും, നീ എന്താ വിചാരിച്ചത്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് സ്വയമേ നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് മുന്നോട്ട് വരാം. നമ്മള് അവർക്ക് നല്ല ഒരു ഇത് ചെയ്യുക, അവരെ ചാലഞ്ചിലോട്ട് കൊണ്ടുവരിക. എത്രത്തോളം വേണോ അങ്ങനെ ചാലഞ്ചിലോട്ട് കൊണ്ടുവരിക. ഇപ്പൊ നാലാമത്തെ കാര്യം എന്ന് വെച്ചാൽ കീപ് ദം ഇൻഫോംഡ് ഇൻ പ്രോഗ്രസ്. അതായത് അവർക്ക് എന്തെങ്കിലും പ്രോഗ്രസ്, ഇപ്പൊ അവർ ഇംഗ്ലീഷ് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെങ്കിൽ നമ്മളത് പറയുക അവരോട്. നീ ഇപ്പൊ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുണ്ടല്ലോ, നീ പണ്ട് ഇത്രയും പോലും സംസാരിക്കത്തില്ലല്ലോ, നീ ഇപ്പൊ ഇത്രയും നിന്ന് ഇത്ര ലെവലിലേക്ക് നീ കുറെ കാര്യങ്ങളൊക്കെ പഠിച്ചല്ലോ, നന്നായിട്ട് എന്നിട്ട് നമ്മൾ തന്നെ അവരെ പ്രോഗ്രസ് ചെയ്യുക. അപ്പൊ അവർക്ക് ഉള്ളിലായിട്ട് അവർക്ക് തോന്നും, ഓ, ഞാനിപ്പോ ബെറ്റർ ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട്, കുഴപ്പമില്ല എന്ന് അവർക്ക് തന്നെ തോന്നും. നമ്മൾ നല്ലപോലെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇംഗ്ലീഷ് അറിയത്തില്ലെങ്കിലും അവരിപ്പോ സംസാരിച്ച് വരുന്നേ ഉള്ളെങ്കിലും നമ്മൾ നല്ലപോലെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ. ക്രിയേറ്റ് എ മോട്ടിവേറ്റിംഗ് എൻവിറോൺമെന്റ്. അതായത് നമ്മൾക്കൊരു മോട്ടിവേറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അതിനുള്ള ചുറ്റുപാടൊക്കെ ഒരുക്കുക. നമ്മൾ ചുറ്റുപാടെന്ന് വെച്ചാൽ ഇപ്പൊ സറൗണ്ടിങ്സ് ഒക്കെ നീറ്റ് ആയിട്ട് ഒരുക്കുക. അതായത് അവർക്ക് ഇംഗ്ലീഷ് മോട്ടിവേറ്റ് ചെയ്യാനായിട്ടും ഇപ്പൊ അവർക്ക് ഇംഗ്ലീഷ് പഠിക്കണം എന്ന് തോന്നാനായിട്ടും സാഹചര്യം ഒരുക്കുക നമ്മൾ. അപ്പൊ അങ്ങനെ ചെയ്യുവാണെങ്കിലാണ് അവർക്ക് കൂടുതൽ തോന്നത്തുള്ളൂ. എന്നുവെച്ചാൽ ഇപ്പൊ നമ്മള് അപ്പൊ അവർക്ക് ജോലിക്ക് പോകണം, അല്ലെങ്കിൽ വിദേശത്ത് പോകണം, അല്ലെങ്കിൽ വിദേശത്ത് പോയി പഠിക്കണം, എന്തുണ്ടെങ്കിലും ഇംഗ്ലീഷ് മസ്റ്റ് ആണ്. സോ അവർക്ക് ആ ഒരു ഉണർവ് ഉള്ളിലേക്ക് തോന്നിപ്പിക്കുക. അപ്പൊ സിറ്റുവേഷൻസിൽ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. ഇപ്പൊ നിന്റെ അവസ്ഥ ഇങ്ങനെയാണ്, അപ്പൊ നിനക്ക് വിദേശത്ത് പോയി പഠിക്കാൻ നിന്റെ ഉള്ളിൽ ആഗ്രഹമുണ്ട്, നീ ഇംഗ്ലീഷ് പഠിക്കാതെ ഇരുന്ന് നിനക്ക് ഒരിക്കലും വിദേശത്ത് പോകാൻ പറ്റത്തില്ല, അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ അവരുടെ ഉള്ളിൽ ഒരു മോട്ടിവേറ്റ് ഉണ്ടാക്കിയെടുത്ത് അവരെ നല്ലപോലെ വളർത്തിയെടുക്കുക. അപ്പൊ അവർക്ക് തന്നെ ആ ചിന്ത ഒറ്റ ടെക്നോളജി ഇത് മാറുമ്പോഴത്തേക്കും അവർക്കൊരു ചേഞ്ച് വന്നിട്ട് അവരെന്നെ പഠിക്കാനായിട്ട് മുൻകൈ എടുക്കും. ഇപ്പൊ നമുക്ക് മോട്ടിവേറ്റ് ചെയ്യാനേ പറ്റത്തുള്ളൂ. നമുക്കിപ്പോ ഒരാളോട് പറയാം, നീ ഇംഗ്ലീഷ് പഠിക്കുക, നീ നല്ലതിന് വേണ്ടിയിട്ടാ പറയുന്നത്, അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. പക്ഷെ ആരെയും നമുക്ക് എന്താ പിടിച്ചു വച്ച് നീ പഠിച്ചേ പറ്റത്തുള്ളൂ എന്ന് നമുക്ക് പറയാനുള്ള അധികാരം ഒന്നുമില്ല. നമ്മൾ ഇത്ര മാത്രം നമുക്ക് പറയാനായിട്ട് പറ്റത്തുള്ളൂ. നമ്മൾ കൂടുതൽ പറയുമ്പോഴത്തേക്കും അവരത് കേട്ടിട്ട് അവരെ മനസ്സിൽ തോന്നേണ്ട കാര്യമാണ്. അങ്ങനെ ചെയ്യാനേ പറ്റൂ. അപ്പൊ ഏറ്റവും അവസാനത്തെ പോയിന്റ് വന്നിട്ട് റെക്കഗ്നൈസിങ് എന്ന് വെച്ചാൽ നമ്മള് ഓരോ ആൾക്കാരെ റെക്കഗ്നൈസ് ചെയ്യുന്നത്. അതായത് ഇംഗ്ലീഷ് പഠിക്കണം എന്നുള്ളത് അവരുടെ ആവശ്യമാണ്. സോ അവരത് പഠിക്കുമ്പോഴത്തേക്കും നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുക, എങ്ങനെയാ എന്തുവാന്ന് വെച്ചാൽ. സോ അപ്പൊ അതുപോലെയാണ് നമ്മൾ ചെയ്യേണ്ടത്. സോ അവർക്കത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, എങ്ങനെയാ ഇംഗ്ലീഷ് പഠിക്കുന്നതിനുള്ള ഗുണങ്ങളും കാര്യങ്ങളും ഒക്കെ. അപ്പൊ അവർക്ക് ഉള്ളിൽ ആ ഒരു തോന്നൽ വരും. അപ്പൊ ഇതാണ് നമ്മൾ ഇന്ന് നോക്കിയ 6 പോയിന്റ്സ്. ഓക്കെ. അപ്പൊ ഏതൊക്കെയാണെന്ന് ഒന്നും കൂടി പറയാം. ഒന്നാമത്തെ വന്നിട്ട് നമ്മൾ മോട്ടിവേറ്റ് ചെയ്യുക, നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യുക, ഇൻസ്പയർ ആവുക. നമ്മൾ മറ്റുള്ളവർക്ക് ഇൻസ്പയർ ആവുമ്പോൾ അവർക്കത് ഭയങ്കര സന്തോഷമായിരിക്കും. അത് കേൾക്കുമ്പോൾ നമുക്കും സന്തോഷം തോന്നും. ഇപ്പൊ നമ്മളെ പോലെ അനുകരിക്കാൻ ശ്രമിക്കുക. നമ്മൾ ഇംഗ്ലീഷ് പറയുന്നുണ്ടെങ്കിൽ അവർക്കും അത് പറയാൻ തോന്നുക. നമ്മൾ അതുപോലെ ചെയ്യുകയാണെങ്കിൽ, നമ്മൾ നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്ത് അവരെ മുന്നിൽ ഇതാക്കുകയാണെങ്കിൽ അവർക്കത് ഭയങ്കര സന്തോഷമായിട്ട് തോന്നും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ടീച്ച് ഹീസ് പേഴ്സൺ ആസ് എ ഇൻഡിവിജ്വൽ. അതായത് ഇൻഡിവിജ്വൽ ആയിട്ട് കാണാൻ ശ്രമിക്കുക ഓരോരുത്തരും. എങ്കിലാണ് നമുക്കത് ഇപ്പൊ ഞാൻ വേറെ, അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റർ ആണെങ്കിൽ സിസ്റ്ററും ബ്രദറും ആണെങ്കിൽ ഇപ്പൊ സിസ്റ്റർ ആണെങ്കിൽ കസിൻ ആയിക്കോട്ടെ, വേറെ വേറെ ആളായിട്ട് കാണാം. ഇപ്പൊ അൺനോൺ പേഴ്സൺ ആയിട്ട് കണ്ടാലും കുഴപ്പമില്ല.
അതായത് നമ്മുടെ എന്തുവാ നമുക്ക് പരിചയമില്ലാത്ത ഒരാളോട് നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ എങ്ങനെയാണെന്നുള്ള രീതിയിൽ വെച്ചിട്ട് നിങ്ങൾ സംസാരിക്കുവാണെങ്കിലും നിങ്ങൾക്കത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും കൂടുതലായിട്ടും. പിന്നെ മൂന്നാമത്തെ വന്നിട്ട് പ്രൊവൈഡ് വിത്ത് ദം എ ചാലഞ്ച്. അതായത് ഓരോരുത്തർക്കും നമ്മൾ ചാലഞ്ച് കൊടുക്കുക. ഇങ്ങനെ നീ ഒരിക്കലും ഇംഗ്ലീഷ് പഠിക്കത്തില്ല അല്ലെങ്കിൽ ആ രീതിയിൽ ഒക്കെ പറയും. ചിലപ്പോൾ അവർക്കത് ഒരു വിഷമായിട്ട് തോന്നുമെങ്കിലും ഭാവിയിൽ അത് അവർക്ക് യൂസ് ആയിട്ട് വരും. പിന്നെ അങ്ങനെയൊക്കെ ലൈക്ക് ചാലഞ്ച് ബേസ്ഡ് ആയിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ വന്നിട്ട് കീപ് ദം ഇൻഫോംഡ് ഓഫ് പ്രോഗ്രസ്. അതായത് അവർക്ക് എന്തെങ്കിലും റിസൾട്ട് വരുവാണെങ്കിൽ പ്രോഗ്രസ് അത് ഇമ്പ്രൂവ്. ഇപ്പൊ നമുക്ക് പറയാം നീ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട്, നീ നേരത്തെ ഇത്രയും പോലും പറയത്തില്ലായിരുന്നു, അങ്ങനെയൊക്കെ നമുക്ക് മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ കുറച്ചും കൂടി അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രോഗ്രസ് കൊടുക്കുക, അവരുടെ റിപ്പോർട്ട് വെച്ചാൽ അവർ എത്രത്തോളം പണ്ട് എങ്ങനെയായിരുന്നു അവർ ഇംഗ്ലീഷ് സംസാരിക്കുന്നത്, ഇപ്പൊ എങ്ങനെയാ സംസാരിക്കുന്നത് എന്നുള്ളത് നമ്മൾ തന്നെ അവരോട് പറഞ്ഞു കൊടുക്കുക. അപ്പൊ അവരുടെ ഉള്ളിൽ തന്നെ തോന്നും, ഓ നീ ഇത്ര നന്നായി, ഞാൻ ഇത്ര നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്, കുഴപ്പമില്ല എന്ന് അവരുടെ ഉള്ളിൽ തന്നെ തോന്നും. അപ്പൊ അവർക്ക് അതൊരു മോട്ടിവേറ്റ്, ഇനി പഠിക്കാനായിട്ടുള്ള ശ്രമം അവർ തുറന്നുകൊണ്ടേയിരിക്കും. നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ ക്രിയേറ്റ് എ മോട്ടിവേറ്റിംഗ് എൻവയോൺമെന്റ്. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സാഹചര്യം ഒരുക്കുക അവർക്ക് വേണ്ടിയിട്ട്. അപ്പൊ നമ്മളവരെ പറഞ്ഞ് മനസ്സിലാക്കുക നീ ഇംഗ്ലീഷ് പഠിക്കുന്ന ഗുണങ്ങൾ. അതായത് ഓരോരുത്തർക്ക് ഓരോ ആഗ്രഹങ്ങൾ കാണും, പുറത്തു പോയി പഠിക്കണം അല്ലെങ്കിൽ പുറത്ത് ജോലി ചെയ്യണം, അങ്ങനെയൊക്കെ പല ആഗ്രഹങ്ങളും കാണും. പക്ഷെ അവർക്ക് ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ട് അവർ ആ ആഗ്രഹം ഉള്ളിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. നിങ്ങളിപ്പോ ഇംഗ്ലീഷ് പഠിച്ചാൽ മാത്രമാണ് നിന്റെ ആഗ്രഹം നിനക്ക് സഫലമാക്കണ്ടേന്ന് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി അതിനുള്ള സാഹചര്യമൊക്കെ ഒരുക്കി കൊടുക്കുക. അപ്പൊ പിന്നെ അവർക്കത് കുറച്ചും കൂടി ഇംഗ്ലീഷ് പഠിക്കാനായിട്ടുള്ള താല്പര്യപ്പെടും. പിന്നെ റെക്കഗ്നൈസ്, നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് റെക്കഗ്നൈസ് ചെയ്യുക എങ്ങനെയാന്ന് തോന്നുന്നത്, എന്നാൽ മാത്രമാണ് നമുക്ക് കൂടുതലായിട്ട് ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഈ 6 പോയിന്റ്സ് നിങ്ങൾ ഓർത്ത് വെക്കുക. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ നിങ്ങൾക്ക് മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് പറ്റും, നിങ്ങളെ കൊണ്ട് പറ്റുന്നത് പോലെ നിങ്ങൾക്കും ചെയ്യാൻ പറ്റും. സോ അപ്പോൾ എന്റെ ഈ ഒരു മോട്ടിവേഷൻ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലത്തെ ക്ലാസ്സുകളൊക്കെ കാണാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഞാൻ ഇതുപോലത്തെ ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ ഈ മോട്ടിവേഷൻ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ട് കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇതുപോലെ ഫ്യൂച്ചറിൽ ഇതുപോലെ മോട്ടിവേഷൻ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ നമ്പർ വന്നിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെച്ചേക്കാം. സോ ആർക്കെങ്കിലും പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ആ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ അപ്പോൾ പറയുന്നതായിരിക്കും. ഓക്കെ, അത് ക്ലാസ്സുകൾ വന്നിട്ടും ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും അവൈലബിൾ ആയിരിക്കും. അപ്പൊ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ട്, താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ നമ്പറിൽ ഒന്ന് വിളിച്ചാൽ മതി. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഇനി അടുത്ത ക്ലാസ് ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ, സീ യു.